ഈ നാട്ടിൽ വിചിത്രമായ ഒരു ആചാരമുണ്ട് സുഹൃത്തുക്കളെ. ഈ നാട്ടിലെ ഗവൺമെന്റ് അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് 16 വയസ്സാകുമ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ചിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. സോ വീട്ടുകാർക്ക് ഒരു പെടാപ്പാടുമില്ല. തങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് അവിടുത്തെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പേടിയും വേണ്ട. അങ്ങനെ നമ്മുടെ നായികയ്ക്ക് 16 വയസ്സാകാൻ പോവുകയാണ്. അവൾക്ക് ഏത് ചെറുക്കനെയാണ് ഗവൺമെന്റ് കണ്ടെത്തി കൊടുക്കുന്നത് എന്ന് അറിയാൻ അവൾ എക്സൈറ്റഡ് ആണ്. ആ ത്വരയിലാണ് അവൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് അവളിൽ നിന്ന് അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഡേറ്റയും കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് 16 വയസ്സാകുമ്പോൾ തന്നെ ഗവൺമെന്റ് അവൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോഡിയുടെ പ്രൊഫൈല് ഫോണിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവൾ അത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവളുടെ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടിന് ഇവളെ ഇഷ്ടമാകുന്നത്. എന്നാൽ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ. പക്ഷേ അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മറ്റാരെക്കാളും നന്നായിട്ട് ഇവൻ അറിയാം. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ നായിക ആക്രാന്ത പരവശയായിട്ട് ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനും നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇവൾക്ക് 16 വയസ്സാകുന്ന അന്ന് ഈ ഫ്രണ്ട് പോയിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അതേസമയം ഗവൺമെന്റ് പറഞ്ഞയച്ച ഒരുത്തനും വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. അവനെ കണ്ടാൽ ഹാൻസം ആണ്, ഭയങ്കര റിച്ചുമാണ്. ഗവൺമെന്റ് അയച്ച ആളെ വേണോ അതോ തന്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടിനെ വേണോ കല്യാണം കഴിക്കാൻ എന്നുള്ള കൺഫ്യൂഷൻ അവൾക്കുണ്ടായി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരുടെയും ഇടയിൽ അകപ്പെടുന്ന നായിക പിന്നീട് അങ്ങോട്ട് പോകെ ഈ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടാണ് അവൾക്ക് എപ്പോഴും ഒരു സഹായവും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ അവൾക്ക് പറ്റുന്നില്ല. അങ്ങനെ കഥയുടെ അവസാനം ആ ഗവൺമെന്റ് അയച്ച ആ ചെറുക്കൻ ഇവളുടെ ഈ ഫ്രണ്ടിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്വയം ഇതിൽ നിന്ന് പിന്മാറുകയാണ് സുഹൃത്തുക്കളെ, പിന്മാറുകയാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള ആചാരങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എസ് എന്ന് കമന്റ് ചെയ്യുക.